പ്രിയപ്പെട്ട എല്ലാവർക്കും രാധികയുടെ ലോകം ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഞാൻ പതിവായിട്ട് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അതുപോലുള്ള കുറേ ആക്ടിവിറ്റീസും കുക്കിംഗ് വീഡിയോസും അതുപോലെ നമ്മളുടെ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഫേഷ്യൽ പാക്ക് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, 40കൾ പിന്നിട്ട എന്നെപ്പോലെയുള്ളവർക്ക് പെട്ടെന്ന് ഹോർമോൺ ലെവലിൻ്റെ ഒരു ചേഞ്ച് കൊണ്ട് മുഖത്തും അതുപോലെ നമ്മുടെ ചർമ്മത്തിനൊക്കെ കളർ വ്യത്യാസം സംഭവിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹോർമോണിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടാകുന്ന സമയമാണ്. ഒരു 40 മേളിൽ 45 മേളിലൊക്കെ ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ ഇത് എഫക്റ്റ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം മങ്ങുകയും കരുവാളിപ്പും മുഖത്ത് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കറുത്ത പാടുകൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റാം അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരും ഉണ്ടാവാം. കുറേ പേരെങ്കിലും നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരൊക്കെ ആവാം. ചിലരൊന്നും എന്നെപ്പോലെയുള്ളവരൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ബന്ധപ്പെട്ടിങ്ങനെ പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരം ഉണ്ടാവില്ല. എങ്കിലും കുറേ പേരെങ്കിലും അത് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളൊക്കെയും പുറത്തിറങ്ങുന്നവരാണ്, പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഒരു കളറും കാര്യങ്ങളും ഒക്കെ അല്പം ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഒരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം. ഫേഷ്യൽ ചെയ്യുന്നാൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്ത് കാശ് കളയുന്ന പൈസ ഇല്ലാത്തവരെന്താ ചെയ്യുക? അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയൊരു ഉപാധി അല്ലെങ്കിൽ ചെറിയൊരു പൊടിക്കൈയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം ഞാൻ ചെയ്തിട്ടില്ല, സത്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ചെയ്ത് നോക്കാൻ പോകും. കാരണം നന്നായിട്ട് എൻ്റെ മുഖത്ത് കരുവാളിപ്പ് കടന്നു വരുന്നുണ്ട്. പ്രായമൊക്കെ ഏതായാലും 40-45 കഴിഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെയൊക്കെ മുഖത്തിൻ്റെ അവിടെയൊക്കെ പിന്നെ നമ്മുടെ കവിളിൻ്റെ സൈഡിലൊക്കെ കരുവാളിപ്പും കറുത്ത പാടുകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നീക്കം ചെയ്യണമെന്ന് വളരെ ഒരു ആഗ്രഹം. അപ്പോൾ എങ്കിൽ പിന്നെ എൻ്റെ ഈ ഒരു പാക്ക്, അതായത് ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാക്ക് നോക്കാം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം നമ്മുടെ ഫേഷ്യൽ പാക്കിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിനകത്ത് പലതരം വൈറ്റമിൻസുകളുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും പ്രയോജനമാകുന്ന, തിളക്കം കൂട്ടുന്ന പല തരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോയിൽ നമുക്കറിയാം വൈറ്റമിൻ എയും സിയും വൈറ്റമിൻ കെ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ടൊമാറ്റോ. പിന്നെ ഉലുവയിലും ധാരാളം പ്രോട്ടീന് അതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഉലുവ. പിന്നെ നമുക്കറിയാം തൈരിനകത്ത് ഒട്ടുമിക്ക പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം, കാൽസ്യം എന്നിവേണ്ട വൈറ്റമിൻ എ, വൈറ്റമിൻ B12 തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് തൈരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയിലും ധാരാളം പിന്നെ വൈറ്റമിൻസും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും ചർമ്മം മിനുസമുള്ളതാക്കാനും അതുപോലെ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനുമുള്ള ഒരുപാട് പോഷകങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത്രയും നമ്മൾ എടുത്ത ഇത്രയും പിന്നെ സാധനങ്ങളിൽ അതെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ചത്, തക്കാളി മുറിച്ചത്, ഉലുവ കുതിർത്തത്, ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അതിൽ ചെറിയൊരു മുളപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് വൈകി അത് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ അത് ഇത്തിരി ഒന്ന് അതിൻ്റെ കിളിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ നല്ലതാണ് അങ്ങനെയുള്ളത് കേട്ടോ. അപ്പം ഇത് മൂന്നും കൂടെ, അതായത് തക്കാളിയും ഉലുവയും ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് തൈരും അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്താണ് നമുക്ക് മുഖത്ത് തേക്കേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഫേഷ്യൽ പാക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സ് ചെയ്യാം. ടൊമാറ്റോ ജ്യൂസിനകത്തോട്ട് നമുക്ക് പൊട്ടറ്റോ അരച്ചത്, ഉലുവ അരച്ചത്,
പിന്നെ തൈര്, പിന്നെ ആവശ്യത്തിന് നമുക്ക് അരിപ്പൊടി. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പം ഇപ്പോൾ എൻ്റെ മുഖം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്കും അത് അറിയണമല്ലോ, നിങ്ങൾക്കും അറിയണമല്ലോ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഇവിടെ ഒക്കെ നല്ല കറുത്ത പാടുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ, ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായി മാറ്റമെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈ പായ്ക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പം വാഷ് ചെയ്ത് കളയാം. നമ്മുടെ ഫേഷ്യൽ പാക്കൊക്കെ ഞാൻ വാഷ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. നമ്മുടെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അത് നിങ്ങൾക്കത് തോന്നുന്നുവെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത് നമുക്ക് എല്ലാവർക്കും പ്രായഭേദമന്യേ വീട്ടിൽ ചെയ്യാവുന്ന ഒരു പായ്ക്കാണ്. വീട്ടിൽ അത്യാവശ്യം വാങ്ങിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.